പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ ആഗ്രഹിച്ചതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ പറ്റാതിരിക്കുക. ഇങ്ങനെ കുറേ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ പറ്റുന്ന, അതിലേക്ക് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പവർഫുൾ ടൂൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? എൻ്റെ കുറേ വീഡിയോസിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട്. കുറേ പേര് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 99% ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് കമൻറ്റ്സ് ഇടാറുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാത്തവർക്കും എങ്ങനെ അത് യൂസ് ചെയ്യണം എന്ന് അറിയാത്തവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മളുടെ ചിന്തകൾക്കും ഫീലിങ്സിനും നമ്മളുടെ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ചിന്ത നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇതിലേതായാലും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും ഈസി ആയിട്ടും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഒരു കാന്തമായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാന്തമാണ്. നിങ്ങളുടെ മുൻപിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു സൈഡിൽ സക്സസ് ആൻഡ് ഗ്രോത്ത് ആണ്, ഓപ്പോസിറ്റ് സൈഡിൽ ഫെയിലിയർ ആൻഡ് ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇതിലേതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇതിലേക്കാണ് നിങ്ങൾ ഏതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. ചെറിയ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടായാലും നിങ്ങൾ അതിനെ സന്തോഷപൂർവ്വം അടുത്ത ഗ്രോത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രോ ചെയ്യണം, മുന്നിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ മുമ്പ് എപ്പോഴോ സംഭവിച്ച ഫെയിലിയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എക്സാം എഴുതാൻ പോയി, അതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ എക്സാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ കിടക്കുകയാണ്. അതിലാണ് നിങ്ങളുടെ എനർജി ഇപ്പം ഫോക്കസ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതും എന്താണ്, പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന നിങ്ങളുടെ സെയിം എനർജി തന്നെയാണ്. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ്. അതിന് പകരം നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്താൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ അന്ന് ഫെയിലിയർ ആവാനുണ്ടായ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റി കുറച്ചുകൂടി പവർഫുള്ളായിട്ട് സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്നത് വരെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സക്സസ്സിലേക്കാണ്. അതായത് നിങ്ങൾ ആകർഷിക്കുന്നത് സക്സസ് ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളായി തീരാൻ പോകുന്നത്. നിങ്ങൾ സക്സസ് ആൻഡ് ഗ്രോത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇനി രോഗങ്ങളും ദുഃഖങ്ങളും തോൽവിയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്ന കാന്തം ഇത്രയും നാളും എന്താണ് ആകർഷിച്ചുകൊണ്ടിരുന്നത്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നോ? കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ജീവിത വിജയത്തിന് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളത് പറയാം. ആദ്യം തന്നെ മാറ്റേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്സസ് അല്ലെങ്കിൽ ഗ്രോത്ത്, സന്തോഷം, സമാധാനം ഒക്കെ നമ്മുടെ ലൈഫിൽ കിട്ടാൻ നമ്മൾ യോഗ്യരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മുതലാണ് നമ്മുടെ ലൈഫിലേക്ക് അത് വരാൻ തുടങ്ങുന്നത്. ഇനി അതല്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ വിധിക്കെല്ലാം വിട്ടുകൊടുക്കുകയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വരാൻ പോകുന്നത് വിധിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള നമ്മളുടെ എന്താണോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവായിട്ട് തന്നെ തുടരുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം പോസിറ്റീവായിട്ട് പിറ്റേ ദിവസം നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി, പോസിറ്റീവ് എനർജി എല്ലാം അവിടെ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കുക. അത് എന്ത് ആഗ്രഹമാകാം. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കണം, എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം, നല്ലൊരു ജോലി വേണം, നിങ്ങൾ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം, നന്നായിട്ട് വരുമാനം കൂടണം, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, വീട്ടിൽ സമാധാനവും സന്തോഷം ഉണ്ടാവണം, എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അതൊരു പേപ്പറിലേക്ക് നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഈ പേപ്പർ എടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഇത് വായിച്ചെല്ലാം കഴിഞ്ഞിട്ട്
ഓ എനിക്കിത് കിട്ടുമോ, ഇതെങ്ങനെ നടക്കാനാ, എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇനി അത് കിട്ടുമോ, ഇങ്ങനത്തെ ചിന്ത വരരുത്. നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാന്തമാണ്, നിങ്ങൾ നെഗറ്റീവിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വിഷ്വലൈസ് യുവർ സക്സസ് ഡെയിലി. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ, ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യണം. ഇമാജിൻ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മളൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാന്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിലുള്ള എനർജിയും പോസിറ്റീവാണ്. അതായത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നമുക്ക് ആ ഒരു എനർജി കൊണ്ടുവരാൻ പറ്റണം, സന്തോഷിക്കാൻ പറ്റണം. നമുക്ക് മനസ്സുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം എനിക്കുണ്ടാകുന്ന സന്തോഷം എന്താണോ അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതെനിക്കിപ്പോൾ കിട്ടിയതായിട്ട് ആ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യണം. അത് അഭിനയിച്ച് വരുത്തുകയല്ല ചെയ്യേണ്ടത്, ശരിക്കും നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യണം. ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷ്വലൈസ് ചെയ്യാൻ പറയുന്നത്. വിഷ്വലൈസേഷൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. വിഷ്വലൈസേഷനോളം പവർഫുൾ ആയിട്ടുള്ള വേറൊരു ടൂളും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ എന്തെല്ലാം നമുക്ക് സ്വപ്നത്തിലൂടെ കാണാൻ പറ്റും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാൻ പറ്റും. അപ്പോൾ സ്വപ്നം കാണാൻ നമുക്ക് പൈസ ചിലവൊന്നുമില്ല. അതുകൊണ്ട് സ്വപ്നം കാണുക, ഇഷ്ടം പോലെ കാണുക, സക്സസ്ഫുൾ ആകുന്നതായിട്ട് നല്ലപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കണ്ട് സന്തോഷമായിട്ടിരിക്കും. അടുത്തതായിട്ട് ഫോക്കസ് ഓൺ പോസിറ്റീവ് ഇമോഷൻസ്. അതായത് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട്, കൂടുതലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആവും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോസിറ്റീവ് ആകാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹോബി, പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം, കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാം, അല്ലെങ്കിൽ ഈ യാത്രകൾ പോകാം. ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒക്കെ ഒന്ന് വർക്ക് ആവാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊരു റീസ്റ്റാർട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മളൊരു ചെറിയ റീസ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോൾ ഒക്കെ നെഗറ്റീവ് ആവുന്നു ആ സമയത്തൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എനിക്ക് ഭയങ്കര ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോയി കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും. അപ്പം ഞാൻ ഭയങ്കര പോസിറ്റീവ് ആവും. ഇനി ഭയങ്കര വിഷമം വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പാട്ടുകൾ കേൾക്കും, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണും. ഇതൊക്കെ എൻ്റെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യും. ഞാനിപ്പം നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അതിൽ തന്നെ അങ്ങ് പോകും. അതേസമയം നെഗറ്റീവ് വരുന്ന സമയത്ത് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 50% എങ്കിലും നമുക്ക് പോസിറ്റീവ് ആകാനായിട്ട് പറ്റും. അങ്ങനെ കൂടുതലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. കാരണം നമ്മളൊരു കാന്തമാണ്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നിങ്ങളുടെ എനർജി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാവാം. അതെന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോസിൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാമെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. അടുത്തതായിട്ട് റിലീസ് ലിമിറ്റിംഗ്. നമ്മുടെ സ്വന്തം വിശ്വാസമാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കിനി അത് നേടാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ശ്രമിച്ചു, ഇനി അത് കിട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചെറുപ്പം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വലിയതായിട്ട് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല, നമുക്ക് വലിയ വലിയ ഉയരങ്ങളിൽ എത്താൻ പറ്റത്തില്ല, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള ഒരു ഭാഗ്യമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ലൈഫിൻ്റെ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ലൈഫ് കുറച്ചുകൂടി പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഒന്നിനും ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട് ഈ ലോകത്ത് പറ്റും, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, പ്രാപ്തി ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ എന്നുള്ളത്. അങ്ങനെ എൻ്റെ ലൈഫിൽ കുറേ അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിനെ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ വെക്കാതിരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലിമിറ്റ് കൊടുക്കാതിരിക്കുക, നന്നായിട്ട് ആഗ്രഹിക്കുക, വരുന്നത് വരട്ടെ, വരാത്തത് വേണ്ട. ഞാൻ എന്തും നേടാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ആളാണ്, അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സക്സസ് എൻ്റെ ലൈഫിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ലോകത്തെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള അഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് സത്യമല്ലായിരിക്കാം, ഇപ്പോൾ നിലവിൽ സത്യമല്ലായിരിക്കാം, പക്ഷെ ഭാവിയിൽ അത് സത്യമായി മാറിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
നിങ്ങളുടെ മൈൻഡ് ഇത് വിശ്വസിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് അത് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്തതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നന്മകൾ എന്നിലേക്ക് വരുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്ത് ചെറുതോ വലുതായിട്ടുള്ള നന്മ ചെയ്താലും ചിലപ്പോൾ ഞാൻ കൊടുത്തൊരു സർവീസിന് അതിൻ്റെ പ്രതിഫലമായിരിക്കും എനിക്ക് കിട്ടുന്നത്, പക്ഷെ മനസ്സിൽ ഞാൻ താങ്ക്സ് പറയുമായിരുന്നു. അന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ നന്മകൾ എൻ്റെ ലൈഫിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളൊന്ന് തകർന്നു വീഴുന്ന സമയത്താണ്, നമുക്ക് ഒരു ഡൗൺ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മോശം എക്സ്പീരിയൻസ് പോലും ആകാം. അതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചിട്ട് നിങ്ങളതിൽ മുകളിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് പോലും നിങ്ങളെ ചിലപ്പോൾ ദ്രോഹിച്ച ആൾക്കാരാവാം, അവരോട് പോലും നമുക്ക് നന്മ പറയാൻ തോന്നും. കാരണം അവർ കാരണമാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ള ചിന്ത. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു മോശം അനുഭവത്തെ അതിനാദ്യം നിങ്ങൾക്ക് അവരോട് നന്ദി പറയാൻ പറ്റുന്നില്ലെങ്കിലും ദൈവത്തോട് നന്ദി പറയുക. ഈ ഒരു അനുഭവം എനിക്ക് തന്നതിന് നന്ദി. കുറച്ച് ഞാൻ വേദനിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, അതിന് നന്ദി എന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. കാരണം നിങ്ങളൊരു കാന്തമാണ്. എനിക്കറിയാം ലൈഫ് ചില സമയത്ത് ഭയങ്കര ടഫാണ്. നമ്മളെല്ലാവരും പല പല വിഷമങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ പോയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും അതിനെ തരണം ചെയ്യാനും മുന്നോട്ട് കയറി വരാനും സക്സസ്ഫുൾ ആകാനായിട്ടും പറ്റും. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഗൈഡ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് എങ്ങനെ പറയുക, ഇതല്ല എനിക്കിതല്ല വേണ്ടത്, എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് വേണ്ടത്, അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മാറി ചിന്തിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ടൈം, നെഗറ്റീവ് ആകുന്ന ടൈം പോസിറ്റീവ് ആകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തേക്ക് ഒരു വെളിച്ചം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്